ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് കാണുന്നത്? ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഒരു പ്രധാന ഘടകമായി വന്നിട്ടില്ലേ? ഇപ്പോൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് പരസ്യമായി ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. അവരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രണ്ടാം നിര നേതാക്കളടക്കം ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞ നേരത്തെ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ സ്വാഭാവികമായ മുന്നണി അവർക്ക് LDF ആണെങ്കിൽ കേരള കോൺഗ്രസിലെ സ്വാഭാവികമായ മുന്നണി UDF ആണ്. അപ്പോൾ അതിലേക്ക് മടങ്ങിപ്പോകണം എന്നൊരു വികാരം പലരും പങ്കുവച്ചു എന്നതിൻ്റെ സൂചനകളുണ്ട്. അങ്ങേക്ക് ലഭിച്ച സൂചനകൾ എന്താണ്? സ്മൃതി, എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവട്ടെ, മറിച്ച് ജനതാദൾ ഡോക്ടർ വർഗീസ് ജോർജിൻ്റെ പാർട്ടി ആവട്ടെ, ഈ രണ്ട് കക്ഷികളും ഈ അടുത്തെങ്ങും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് UDFിലേക്ക് കോൺഗ്രസ് മുന്നണിയിലേക്ക് ചേരുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല സ്മൃതി. കാരണം ആദ്യം കേരള കോൺഗ്രസിൻ്റെ കാര്യം പറയാം. കേരള കോൺഗ്രസ് ഈ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു കംഫർട്ട് സോണിലാണ്. ദേ ആർ ഹാപ്പി ദെയർ. അവർ സന്തോഷത്തോടെയാണ് അവിടെ കഴിയുന്നത്. ഒരു മന്ത്രിസ്ഥാനമുണ്ട്, ഒരു ചീഫ് വിപ്പ് സ്ഥാനമുണ്ട് ജയരാജിന്, മറ്റേത് റോഷി അഗസ്റ്റിൻ. അവർ രണ്ടുപേരും ജോസ് കെ മാണി നേതൃത്വവുമായിട്ടും നേതാക്കളുമായിട്ടും സംസ്ഥാന നേതൃത്വവുമായിട്ടുമൊക്കെ നല്ല ബന്ധത്തിലാണ്. രണ്ടാം നിര നേതാക്കളിൽ ചിലർക്ക് അതൃപ്തിയുണ്ട് സീറ്റുകളുടെ കാര്യത്തിലൊക്കെ. അവരൊക്കെ UDFുമായിട്ട് നേരിട്ടും അല്ലാതെയും ഒക്കെ ചില ബന്ധങ്ങൾ നടത്തുന്നുണ്ട് എന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും കേരള കോൺഗ്രസ് എന്ന ആ ഒരു എൻറ്റിറ്റിയെ ബാധിക്കില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ്. പക്ഷെ അങ്ങ് പറയുന്നത് പറയാത്തൊരു കാര്യമുണ്ട്. അല്ല, ഒരു കാര്യം ശ്രീ ജേക്കബ് ജോർജ്, അങ്ങ് ഇപ്പോൾ പറയുന്നത് നിലവിൽ സർക്കാരിൽ അവർക്കുള്ള പ്രാതിനിധ്യമാണല്ലോ. അത് ശരിയാണ്. ഈ തരത്തിൽ മധ്യ കേരളത്തിൽ CPMന് അവരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു കൂട്ട് കിട്ടി എന്നുള്ളത് മുന്നണിയിൽ വലിയ ശക്തിയായി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ചില സൂചനകൾ നൽകുന്നില്ല. ഇപ്പോൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിലൊക്കെ ജില്ലാ പഞ്ചായത്തുകൾ ലഭിച്ചതും എറണാകുളത്തെ ഒരു ഭാഗവുമൊക്കെ UDFിനൊപ്പം വന്നത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അണികൾ കൂടി വോട്ട് ചെയ്ത് UDFിനെ സഹായിച്ചുകൊണ്ടാണ്. അണികൾ എന്ന് പറയുമ്പോൾ ആ അണികൾ ആ നിലയ്ക്ക് അവിടേക്ക് ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായി ജയമാണല്ലോ പ്രധാനം. ജയിച്ചാൽ ഇനി എന്ത് എന്നതാണല്ലോ പ്രധാനം. അങ്ങനെ വരുമ്പോൾ അവിടെ ആത്മവിശ്വാസത്തിൽ അല്പം ഇടിവ് വന്നിട്ടില്ലേ? ആത്മവിശ്വാസത്തിൽ ഇടിവ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഉദ്ദേശിച്ച തരത്തിലേക്ക് ആ വിജയം എത്തിയില്ല. ആ വിജയത്തിൻ്റെ നില എത്തിയിട്ടില്ല, യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ അത് ഒരു മുന്നണി വിടാനുള്ള കാരണമാകുന്നില്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം അങ്ങേപ്പുറത്ത് UDFിൽ നിന്ന് വളരെ നാണം കെട്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അതൊരു വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരുന്നു. അതിങ്ങോട്ട് പെട്ടെന്ന് ഒറ്റ സുപ്രഭാതത്തിൽ ഒറ്റച്ചാട്ടത്തിന് ഇടതുമുന്നണിയിലേക്ക് മാണി ഗ്രൂപ്പ് പോകും എന്നവർ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത്. അവിടെ വന്നപ്പോഴത്തേക്ക് അവർ ഈ റെഡ് കാർപ്പറ്റ്, ചുവന്ന പരവതാനി സ്വീകരണം എന്നൊക്കെ പറയുകയല്ലേ, അങ്ങനെ ഒരു വലിയ സ്വീകരണമാണ് കേരള കോൺഗ്രസിന് കിട്ടിയത്. നല്ല സീറ്റുകൾ കൊടുത്തു. 5 സീറ്റിൽ അവർ വിജയിച്ചു. ഒരു മന്ത്രിസ്ഥാനം, ഇങ്ങനെ സ്ഥാനങ്ങൾ കൊടുത്തു. ചെയർമാൻ സ്ഥാനം ഏതാണ്ടൊക്കെ കുറേ സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. എങ്കിലും അതൊക്കെ പോരാ എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. കുറച്ചും കൂടെ ഒക്കെ കൊടുക്കേണ്ടതാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു കാര്യം കൊണ്ട് അവരെ ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയ ഒരു ഗവൺമെൻറ് ഒരു മുന്നണിയിലേക്ക് പോകണമോ എന്നതാണ് അവരിലെ ആദ്യത്തെ ചോദ്യം. ജോസ് കെ മാണിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ മനസ്സിലെ ആദ്യത്തെ ചോദ്യം, ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയ കോൺഗ്രസ് മുന്നണിയിലേക്ക് പോകണമോ? രണ്ടാമതൊരു കാര്യം കൂടെയുണ്ട് സ്മൃതി. ഈ അവിടെ ചെന്നാലും ഉണ്ടല്ലോ, കോട്ടയം ജില്ലയൊക്കെ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ തട്ടകമാണ്. KC ജോസഫിനെ പോലെ അങ്ങനെ എത്രയോ പേര്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടിയുടെ എത്രയോ കാലത്തെ തട്ടകമായിരുന്നു. അവിടെയൊക്കെ കേരള കോൺഗ്രസ്സുകാർക്കൊക്കെ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി, പാല തുടങ്ങിയ അവിടെയൊക്കെ കോൺഗ്രസ്സുകാർക്ക് വലിയ താല്പര്യമുള്ള സീറ്റുകളാണ് അതെല്ലാം. അങ്ങനെയുള്ള ആ കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിനെ അവർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. പിന്നെ മുന്നണി ബന്ധം ജയിക്കണം, അതുകൊണ്ടൊക്കെ കൂട്ടുന്നു.
പക്ഷെ വേറെ ഒരു കാര്യം കൂടി സ്മൃതി പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. കത്തോലിക്ക സഭയിലെ ചില മെത്രാന്മാരും ഈ വഴിക്ക് ശ്രമം നടത്തുന്നുണ്ട്. അതാണ് വേറെ രസം കേട്ടോ. അത് ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കത്തോലിക്ക സഭയിലെ ചില മെത്രാന്മാർ ആഞ്ഞു പിടിക്കുന്നുണ്ട് കേരള കോൺഗ്രസിനെ തിരിച്ച് UDF കൊണ്ടുചെല്ലാൻ. അവരതിനും വഴങ്ങുന്നില്ല. ജോസ് കെ മാണി അതിനൊന്നും കിട്ടത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ കുടുംബത്തെ കൊണ്ട് ദുബായിൽ ഒരു ചെറിയ അവധിക്കാല സന്ദർശനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിനകം വരുമായിരിക്കും. അതാണ് ഇന്ന് വരാഞ്ഞത്. പക്ഷേ നേരത്തെ അറിയത്തില്ലായിരുന്നു എന്നൊക്കെ അതൊക്കെ ഉണ്ട്, ചോദ്യങ്ങളൊക്കെ ഉണ്ട്, രാഷ്ട്രീയമായ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ ഒരു പക്ഷേ അതിന് മുമ്പ് ടിക്കറ്റ് എടുത്ത് വെച്ചായിരിക്കും, എന്തും ആവട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഒരു യോഗത്തിന്, പ്രധാനപ്പെട്ട ഒരു യോഗത്തിന് പങ്കെടുക്കാത്തത് കൊണ്ട്, നേതാവ് പങ്കെടുക്കാത്തത് കൊണ്ട് അതിനർത്ഥം അവർ മുന്നണി വിടുകയാണ് എന്നല്ല സ്മൃതി. അതാണ് ഓർക്കേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ അല്ല, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ജാഥ നടക്കാൻ പോവുകയാണല്ലോ. മധ്യ കേരളത്തിനെ നയിക്കേണ്ടത് ജോസ് കെ മാണിയാണ്. അദ്ദേഹം ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ടാകത്തില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നോട് ഇല്ല, എന്നോട് അങ്ങനെയൊന്നും പറയാറില്ല. ഞാനും അദ്ദേഹമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. പക്ഷേ എനിക്ക് വിവരങ്ങൾ അറിയാം. ജോസ് കെ മാണിയുടെ ക്യാമ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് വളരെ സെൻസിറ്റീവ് അല്ലേ. ഇപ്പം നമ്മുടെ വർഗീസ് ജോർജ് ഞങ്ങളുടെ നാട്ടുകാരനാണ്. വർഗീസ് ജോർജ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ എന്നല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ബൗദ്ധികമായി സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ കാര്യത്തിലൊക്കെ വളരെ ഔന്നത്യമുള്ള ജെന്യുവീനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്താൽ നമ്മളെ ഇങ്ങനെ അദ്ദേഹം അടുത്ത് വന്നതുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. തിരുവല്ല പോലെയുള്ള ഒത്തിരി സ്ഥലമുണ്ട് അദ്ദേഹത്തിന് കിട്ടാവുന്ന, മത്സരിക്കാവുന്ന പറ്റിയ സീറ്റുകൾ. അതൊക്കെയാണ് ഈ ചെറിയ പാർട്ടിയാകുന്നതുകൊണ്ട്. അതുകൊണ്ട് വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ട് വേണം അവരിനെ മത്സരിക്കാൻ എന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഇത് എന്ന് കണ്ട് ഈ വർഗീസ് ജോർജിന്റെ പാർട്ടിക്ക് ഇടതുപക്ഷ വർഗീസ് ജോർജിന്റെ പാർട്ടിക്ക് ഇടതുപക്ഷ മുന്നണിയുമായിട്ട് എന്തെങ്കിലും ഈർച്ചകേടോ സ്വരച്ചേർച്ചയുണ്ട്, ഇല്ലായ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായിട്ടുള്ള ചേർച്ചക്കുറവുകൾ അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടായി പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീ രാജു പി നായർ പറഞ്ഞ പോലുള്ള അതിൽ ഏറ്റവും പ്രധാനം മുന്നണിയിൽ അത് പറയുന്നു, പുറത്തും പറയുന്നു എന്നുള്ളതാണ്. ഒരു ശങ്കയും കൂടാതെ പുറത്തേക്കും പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ഇതൊക്കെ തന്നെയും ഈ പറഞ്ഞ ഒരു ഇടത് സ്വഭാവത്തിലുള്ള നിലപാടുകളല്ല സ്വീകരിക്കപ്പെടുന്നത് എന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതാണ് ശ്രീ രാജു പി നായർ പറഞ്ഞത്. അത്തരം ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അതിൽ പ്രധാനമാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.